അറിയാതെ വണ്ടിയുടെ താക്കോൽ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ കൊച്ചിയിലെ ഫോർട്ട് കൊച്ചിയിലൊക്കെ ഒന്ന് പോയി കറങ്ങിയടിച്ച് വരാമെന്ന്. ഗിരിജിത്ത് അറിയാതെയാണേ. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. എല്ലാ ഫ്രഷർക്കും വോട്ടോർസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് അവിടെ പോയി അവിടുത്തെ ആളുകളോടൊക്കെ എല്ലാം നമുക്ക് അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ ചോദിച്ചിട്ട് നമുക്ക് വരാം. ഓട്ടോറിക്ഷ എത്തിച്ചേർന്നിരിക്കുന്നത് മട്ടാഞ്ചേരിയിലെ പുതിയ റോഡിലാണ്. ഇവിടെ കുറെ എനർജറ്റിക് ആയിട്ടുള്ള ചേട്ടന്മാർ നമ്മളൊക്കെ ഉണ്ട്. നമ്മൾ വന്നപ്പോ തന്നെ നിങ്ങൾക്ക് എന്ത് ചോദിക്കാമെന്നാണ് ഇവർ പറയുന്നത്. ചേട്ടന്മാരെ ഇപ്പൊ നമ്മുടെ ലോക്സഭ ഇലക്ഷൻ ഒക്കെ വരികയാണല്ലോ. അപ്പൊ ഇവിടുത്തെ ഈ മട്ടാഞ്ചേരിയിലൊക്കെ എങ്ങനെയാണ് രാഷ്ട്രീയം, എങ്ങനെയൊക്കെയാണ്? 34 വർഷമായി ഇവിടെ ഒരു MP ജയിച്ചിട്ട്. ഈ കൊച്ചിക്ക് വേണ്ടിയിട്ട് MLA ആയാലും ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ MLA ആയാലും ശരി, MP ആയാലും ശരി, ഈ മട്ടാഞ്ചേരിക്ക് വേണ്ടിയിട്ട് ഒരു പ്രവർത്തനം ഇവരിവിടെ കാഴ്ചവെച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഇവരെല്ലാരും വന്ന് കയറി ഇറങ്ങി പോകുന്നുണ്ട്. ഇവിടെ ആർക്കും എന്ത് ചെയ്യണം? ഇവര് ചെയ്ത് കൂട്ടുണ്ടെങ്കിൽ എത്ര കൊലയും കൊള്ളയും ചെയ്ത് കൂട്ടണം. ജനങ്ങളെ കൊല്ലാണ്ട് ഏതെങ്കിലും ഒരു നേതാവിനെ കൊന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നേതാവിനെ 2 അടി കിട്ടിയിട്ടുണ്ടോ? ഒന്നുമില്ല. പൊതുജനങ്ങളെ വെറുതെ തല്ലിക്കൊല്ലാം. അവർക്ക് കാര്യങ്ങൾ നേടാം. ഇവിടുത്തെ ഒരു പുരോഗമനം എന്നുള്ള രീതിയിൽ എന്തൊക്കെ ഇവിടെ ജനങ്ങൾക്ക് പുരോഗമനമൊന്നുമില്ല. ജനങ്ങൾ വളർന്നുകൊണ്ട് തന്നെയുണ്ട്. അവര് കഷ്ടപ്പെടുന്ന പൈസ കൊണ്ട് തിന്നണ്. അല്ലാണ്ട് ഇവിടെ റോഡിന് പൊക്കം വരണ്ട്. റോഡ് പൊക്കം വരണ്ട്. ഈ കടപ്പുറം വേണ്ടിയിട്ട് കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോരുത്തരുടെ പോക്കറ്റിൽ പോയല്ലാണ്ട് അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടാക്കിയൊക്കെ ഇടിഞ്ഞോളി പോണേ. ഈ കളവന്മാരൊക്കെ വീട്ടിൽ അവിടെ പോയിരിക്കാൻ മാത്രം ഉണ്ടാവുള്ളൂ ജയിച്ചു കഴിഞ്ഞാല്. ഇവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത് ഇത് പറഞ്ഞപ്പോ കുറച്ച് യുവാക്കൾ ഇതിന് പുറകെ നിൽപ്പുണ്ട്. നമുക്ക് അവരെ ഒന്ന് പിടിച്ചറിയാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. യുവാക്കൾ തന്നെ വന്നോ. ഇവിടെ മട്ടാഞ്ചേരിയിലെ പുതിയ റോഡ് ജംഗ്ഷനിൽ വലിയൊരു ട്രാഫിക് ബ്ലോക്ക് തന്നെയാണ് നമ്മുടെ ഓട്ടോറിക്ഷ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഇവിടെ കുറച്ച് ചേട്ടന്മാരുണ്ട്. നമുക്ക് അവരോടൊന്ന് ചോദിക്കാം. ചേട്ടന്മാരെ, നമ്മൾ 24 ന്യൂസ് ചാനലിൽ നിന്ന് വരുവാണ് ഒരു ഓട്ടോറിക്ഷ പ്രോഗ്രാമായി ബന്ധപ്പെട്ട്. ഇനി ലോക്സഭ ഇലക്ഷനൊക്കെ വരികയാണല്ലോ. അപ്പൊ ഇവിടുത്തെ വിജയ സാധ്യത എങ്ങനെയാണ്? ഈ ഒരു എനിക്കറിയാൻ പറ്റൂല. ചേട്ടൻ ഇപ്പൊ അറിയില്ലെന്ന് പറയുന്നു. അപ്പൊ ചേട്ടൻ്റെ അഭിപ്രായം എങ്ങനെയാണ്? ഇപ്പൊ ചേട്ടൻ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ ജയിക്കണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ നമുക്ക് വേറൊരാളുണ്ട്. ചേട്ടന് പേരെന്നാ? ഹംസ. ചേട്ടൻ ഇവിടുത്തെ മട്ടാഞ്ചേരിക്കാരൻ തന്നെയാണോ? അപ്പൊ എത്ര വർഷമായി ഇപ്പൊ ഈ കട തുടങ്ങിയിട്ട്? ആഹാ, ആ ഒരു ഗ്യാപ്പിൽ വന്നിരിക്കുകയാണ്. ശരി ശരി. ചേട്ടാ, ഈ മട്ടാഞ്ചേരിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? നല്ലതൊക്കെ തന്നെ, വേറെ ഇങ്ങനെയൊക്കെ തന്നെ പോകണം. വേറെ പ്രത്യേകമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ കോൺഗ്രസ് ജയിക്കണമെന്നാണ് നമ്മളൊക്കെ അഭിപ്രായം. മാർക്സിസ്റ്റ് ജയിച്ചിട്ട് നമുക്ക് രക്ഷിയില്ല. ഇല്ല, അതെന്തുകൊണ്ട് ചേട്ടാ? അതൊരു ഒരു കള്ളച്ചിരിയിലൊക്കെയാണോ പറയുന്നത്? കച്ചവടങ്ങൾ ഉണ്ടാവൂല, അതാണ്. വേറൊന്നുമില്ല. കച്ചവടം ഉണ്ടെങ്കിൽ കോൺഗ്രസ് ജയിക്കണം. ഇനി നമ്മൾ മട്ടാഞ്ചേരിയുടെ വേറൊരു ഭാഗത്തേക്കാണ് പോകുന്നത്. നമുക്ക് അവിടെ വെച്ച് കാണാം. ശരിക്കും നമ്മുടെ ഓട്ടോറിക്ഷ ഓടിച്ചു വരിക എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ളൊരു പരിപാടിയാണ്. എൻ്റെ കൈക്കിലോട്ട് അങ്ങോട്ട് ഒതുങ്ങുന്നില്ലെന്നാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. ചേട്ടാ, ഒരു ഓറഞ്ച് കർഷ. ചേട്ടന്റെ പേരെന്താ? ഇവിടെ എത്ര വർഷം അപ്പൊ ഈ കടയൊക്കെ തുടങ്ങിയിട്ട്? 15. കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നേട്ടാ? കച്ചവടം കടകളെ കൂടുമ്പോ കച്ചവടം കുറയും. പക്ഷെ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഭാഗമാണല്ലോ. നല്ല വീട്ടുകാർക്കുള്ള ഒരു സൈഡാണല്ലോ. വീട്ടുകാരൊക്കെ 300 രൂപ ഉണ്ടെങ്കിൽ മാർക്കറ്റ് ഫ്രീയിലോട്ട് പോകും. ചേട്ടാ, ഇവിടുത്തെ എങ്ങനെയാണ്? ഈ ഏരിയയില്
രാഷ്ട്രീയമൊക്കെ എങ്ങനെയാണ് ഇവിടുത്തെ? അത്യാവശ്യം ഇവിടെ എല്ലാം കൂടെ 10 രാഷ്ട്രീയ പാർട്ടിന്റെ കൂടെ. ആരായിരിക്കും ഈ പ്രാവശ്യത്തെ ലോക്സഭ ഇലക്ഷനില് ജനങ്ങളെ വോട്ട് ചെയ്യുന്നവരായിരിക്കും. ആർക്കായിരിക്കും എന്നാലും അതൊന്നും പറയാൻ പറ്റുന്നില്ല. ജനങ്ങളെ ആരെ മനസ്സിലാതെ അവര് ജയിക്കും. ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ചേട്ടാ? അത്യാവശ്യം നല്ല പ്രവർത്തനമാണ്. നിങ്ങക്ക് വേണ്ടതായ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്? വേണ്ടതായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യണം. അവരെന്ത് തരാന്? അവരെ കാശിട്ട് കൊടുക്കലല്ലേ തെരഞ്ഞെടുപ്പ് ജയിക്കണത്. അപ്പൊ അവരെ ഞങ്ങൾക്ക് അവരെ കാര്യം ആദ്യം നോക്കിയിട്ടില്ലേ നമ്മളാരും നോക്കുള്ളൂ. ചേട്ടന്മാരൊക്കെ റോഡില് ബൈക്കൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് ഒരു ഭയങ്കര സംഭാഷണത്തിലാണ്. ചേട്ടന്മാരെ നമസ്കാരം. നമ്മളെ 24 വരികയാണേ. അപ്പം എല്ലാരും നിങ്ങൾ ഇവിടുത്തെ ഫോർട്ട് കൊച്ചിക്കാർ തന്നെയാണോ? ആണല്ലേ. ചേട്ടന്റെ പേരെന്നാ? സജീർ. ഫ്രീക്കനാണെന്ന് തോന്നി. സജീർ ചേട്ടനാണോ? ചെറുതായിട്ട് ചെറിയ ഫ്രീക്കൻ. പിന്നെ ചേട്ടന്റെ പേരെന്നാ? റഹീം. ഇവിടെ ചേട്ടന് കച്ചവടമൊക്കെ ആണോ? ആണല്ലേ. ഓക്കെ. പിന്നെ ചേട്ടാ, അതെ നമ്മൾ ഈ ലോക്സഭ ഇലക്ഷനൊക്കെ വരികയാണല്ലോ, ഇവിടുത്തെ ഒരു സാഹചര്യമൊക്കെ വെച്ച് എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഇരിപ്പ് വശമൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ നല്ല വർഷം തന്നെ പോയിക്കൊണ്ടിരിക്കണത്. പാർട്ടിയായിട്ടൊന്നും സ്ഥാനാർത്ഥിനെ അറിഞ്ഞിട്ടില്ല. പിന്നെ അല്ല, ഇരിക്കുന്നവര് തന്നെ ഇപ്പൊ ഉള്ളവര് തന്നെ ഇനി തുടരണമെന്ന് തന്നെയുള്ള ആഗ്രഹം. മാറ്റങ്ങളുണ്ടാവും. ഓക്കെ. പക്ഷെ നമ്മളെ ഫ്രീക്ക് ചേട്ടൻ പറയുന്ന മാറ്റങ്ങൾ വേണം തന്നെ. ഈ ഒരു ഏരിയ ടൂറിസത്തിന് ഏറ്റവും വലിയൊരു പ്രാധാന്യം വലന്റെയും മറ്റുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ടൂറിസ്റ്റുകളെ. അതിപ്പോ സാധാരണ ഇവിടെ മാറ്റാന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറെ തടികൾ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. You're from which country? Germany. You came here to see this Kochi. We came here to see Cochin for just one day. We will leave. We have a cruise line here. Okay, fine. Can you tell your experience after seeing all this part? The experience are very nice here, especially this is totally different to Mumbai where we spent yesterday. Okay. And the nature and everything is here very fine, especially the people are more the people are more friendly here. More friendlier here. നിങ്ങള് ഇവിടുത്തുകാരനോ? പേരെന്നാ? എന്തോ? റിൻഷാദ്. മട്ടാഞ്ചേരിക്കാരനാണോ? ആഹാ. ഓക്കെ. ഇനിയും നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇനി ലോക്സഭ ഇലക്ഷനൊക്കെ വരികയാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ഒരു പുതുതലമുറ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? എങ്ങനെയൊക്കെയാ അഭിപ്രായം? എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആര് ഭരിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടില്ല. കാരണം ഭരണത്തിൻ്റെ ഇപ്പോൾ എന്താ പറയുക, ഡെയിലി ഇപ്പോൾ പെട്രോളിന് വില കുറക്കുമെന്ന് പറഞ്ഞിട്ട് പെട്രോളിന് വില കൂടിയാണ് വരുന്നത്. അത് തന്നെ നമ്മളൊരു പണിക്കുന്ന ടീമുകൾക്ക് അത് തന്നെ ഏറ്റവും വലിയൊരു എക്സ്പെൻസാണത്. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ തന്നെ ഇപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ വില കൂടി വന്നി, ഓരോ സാധനങ്ങൾ ഇതായി വന്നി. പക്ഷെ നമുക്ക് അതിനനുസരിച്ച് സാലറിയും കാര്യങ്ങളും കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് സാലറി കുറവും എക്സ്പെൻസ് കൂടുതലുമാണ്. പിന്നെ അതല്ല, നിങ്ങളുടെ ഈ മട്ടാഞ്ചേരിയിലെ ഇപ്പം ഭരിക്കുന്ന ആൾക്കാരുടെ ഭരണം മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറുമെന്ന് പ്രതീക്ഷയുണ്ടോ? അങ്ങനത്തെ പ്രതീക്ഷയില്ല. ആര് ഭരിച്ചാലും പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഗുണമൊന്നുമില്ല. എല്ലാവരും പറയാം, ഏത് പാർട്ടി ഭരിച്ചാലും ജനങ്ങൾക്ക് ഗുണമില്ല. അനുഭവിക്കാനുള്ള എല്ലാവരും ഒരേപോലെ തന്നെ കിട്ടുന്ന അനുഭവിക്കാറ്. നമസ്കാരം. ഞാനൊന്ന് ഇങ്ങോട്ടൊന്ന് ഇരിക്കുവാണേ. ഓക്കെ. നിങ്ങളൊക്കെ ഇവിടുത്തുകാരനാണോ? പേരെന്നാ ചേട്ടൻ്റെ? ചേട്ടൻ്റെ ഒക്കെയോ? എന്റെ പേര് ഷാജി. ആണല്ലേ. നിങ്ങൾ ഇവിടെ കച്ചവടം ചെയ്ത് ജീവിക്കുന്നത്? ചെറിയൊരു കച്ചവടം. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം വളരെ മോശം. മോശമാണോ? വളരെ മോശം. അതെന്താ അങ്ങനെ? കച്ചവടം പ്രളയം വന്നതിന് ശേഷം മൊത്തത്തിൽ പോക്കാം. പിന്നെ കടലിൽ മീനും കുറവാണ്. ഇന്ന് ഷിപ്പുണ്ട്. ഒരു ഷിപ്പ് വന്നിട്ടുണ്ട്. 2000 പാസഞ്ചറും 1200 കുറവാണ്. പക്ഷെ ഷിപ്പ് വന്നിട്ട് നമ്മൾ മുൻപൊക്കെ ഷിപ്പ് വന്നാൽ 10,000-12,000 ഒക്കെ വെക്കും. ഇന്ന് ആകപ്പാടെ 1000 രൂപയുടെ വിറ്റേക്കുക.
വലിയ വലിയ കടകളിലെ കയറുള്ളൂ അവര്, വലിയ വലിയ കടകൾ. അപ്പൊ അവിടെ നിൽക്കുന്ന പറഞ്ഞാൽ അവർക്ക് അതിന് കമ്മീഷൻ കിട്ടും. ചെറിയ കടയിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് സ്പെഷ്യലായിട്ടൊന്നും കിട്ടാനില്ല. അതാണ്. അപ്പൊ അവിടെ വലിയ കടകൾ കയറി കഴിഞ്ഞാൽ അതുപോലെ അത് എക്സ്പോർട്ടേഴ്സ് ആണ്. അപ്പൊ അവരെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവർ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ മെച്ചം അവർക്ക് കിട്ടും. അതുകൊണ്ടാണ് സാധാരണ ലോക്കൽ കച്ചവടം വളരെ മോശമാണ്. എത്ര വർഷമായി കച്ചവടം തുടങ്ങിയിട്ട്? ഞാനൊരു 18 വർഷമായി. 18 വർഷമായി. ഓ ശരി. അപ്പൊ ഇപ്പോഴാണ് അത്യാവശ്യം ഒരു കച്ചവടത്തിനൊക്കെ ഒരു മോശമായ ഒരു 2 ഇപ്പൊ പ്രളയം വന്നപ്പോ പ്രത്യേകിച്ച് ഒരു 2 കൊല്ലമായിട്ട് വളരെ മോശം. സാമ്പത്തിക ബുദ്ധിമുട്ട് ലോകം മുഴുവനും ഉണ്ടല്ലോ. മുൻപൊക്കെ ഒരു വെള്ളക്കാരനോട് നമ്മളൊരു സാധനത്തിന് ഒരു 300 രൂപ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് 200 രൂപ എങ്കിലും പറയും. ഇന്നായ സമയത്ത് 100 രൂപ ഏറ്റെന്ന് ചോദിക്കും. ആ കണ്ടീഷനാണ്. ബാർഗൻ, ഭയങ്കര ബാർഗനാണ് അവർ ചെയ്തത്. പിന്നെ ഇവിടുത്തെ ഇപ്പൊ ഈ ഇലക്ഷനൊക്കെ വരികയാണ്. ഇപ്പൊ ഇവിടുത്തെ എങ്ങനെയാണ് വികസന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഈ പറയല്ല, അതൊന്നും പ്രാവർത്തികമാകുന്നില്ല. ദിവസേന വികസനം വികസനം എന്ന് പറഞ്ഞിട്ട് വികസിക്കുന്നത് മറ്റുള്ളവരെ പോക്കറ്റാണ്. അല്ലാതെ സാധാരണക്കാരനെ സംബന്ധിച്ച് ഇവിടെ ഒരു വികസനം കണ്ടിട്ടില്ല. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുണ്ടോ? എന്ത് കാര്യമാണ് ശരിയാവണം? ഒന്നും തന്നെ ശരിയായിട്ടില്ല. മോളെ ഇനി ഒരു കാര്യം പറയാം. ഞങ്ങൾക്ക് കോർപ്പറേഷൻ ഐഡന്റിറ്റി കാർഡ് തന്നിട്ടുണ്ട്. എങ്ങനെ വഴിയോര കച്ചവടക്കാരാണല്ലോ. വഴിയോര കച്ചവടക്കാരെ മാറ്റാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഗവൺമെൻറ്റും ശ്രമിച്ചേക്കണം. ഇന്നിപ്പോൾ പാർലമെൻറ്റും സുപ്രീം കോടതിയും നിയമം കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് ലൈസൻസ് കൊടുക്കാൻ പറയുന്നുണ്ട്. ഇവിടെ അവർക്കൊരു സംവിധാനം ഒരുക്കി കൊടുക്കാൻ പറയും. പക്ഷേ ഇതൊന്നും ചെയ്യണ്ട. ഏത് സമയത്തും നിമിഷത്തിനുള്ളിൽ പൊളിച്ചു പോകും. ആ കേരളത്തിലിരിക്കണേ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാൽ ഐഡന്റിറ്റി കാർഡ് ഉണ്ട്, കോർപ്പറേഷന്റെ പൊളിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. എന്നാലും സുപ്രഭാതത്തിൽ വന്നിട്ട് കാട്ടിട്ടാ. അപ്പൊ അത് കാരണം ചെറിയ പേടി. പ്രളയമൊക്കെ വന്നിട്ട് അത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഭയങ്കരമായിട്ട് പിടിച്ചു നിർത്തിയ മാതിരിയാണ് അല്ലേ. അതിനൊക്കെ നമ്മൾ ഗവൺമെന്റിനെ സമ്മതിക്കണം. വേറെ ഏത് ഗവൺമെന്റ് വന്നിട്ടുണ്ടെങ്കിലും അത്രക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. കേന്ദ്രഭരണം വളരെ മോശമാണ്. കേരളത്തോട് ഭയങ്കര അവഗണനയാണ് കാണിക്കുന്നത്. ഭരണം കിട്ടൂല, ഉറപ്പ്. ഒരു പാട്ട് പാടി ഒരു ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടൻ നമ്മുടെ വയലിനൊക്കെ പാടി ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടാ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഒന്ന് വായിക്കോ? മതി പൊടിക്കങ്ങോട്ട്. ചേട്ടാ ഒരു രക്ഷയില്ല. കാരണം അത്ര ഫീലിലാണ് ചേട്ടൻ ഇത് വായിച്ചത്. ഇത് നമ്മുടെ ഫെർണാണ്ടസ് ചേട്ടന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മുടെ ഫ്ലവേഴ്സിലെ കോമഡി ഉത്സവത്തിൽ 100ാമത്തെ എപ്പിസോഡാണല്ലേ ചേട്ടാ? 100ാമത്തെ എപ്പിസോഡിൽ ചേട്ടന് വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നിരവധി കലാകാരന്മാരെ നമുക്ക് ഈ ഫോർട്ട് കൊച്ചിയിൽ തന്നെ കാണാം. നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊന്ന് കുറേ ആളുകളെ നമുക്ക് കാണാം. നമുക്ക് അവരോടൊക്കെ അവരുടെ അഭിപ്രായങ്ങളും അതുപോലെ ഇതുപോലുള്ള കുറേ നല്ല നല്ല പാട്ടുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. പിന്നെ ചേട്ടന്മാരെ എന്നാണ് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. ചേട്ടൻ ഇവിടുത്തെ നിങ്ങളല്ലേ ഇവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെയാണോ? കൊച്ചിക്കാരാണ്. പിന്നെ പണിയൊക്കെ എങ്ങനെ പോകുന്നു? പണി ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പോണിക്കണം. പണിയൊക്കെ ഭയങ്കര കുറവാണ് ഇപ്പോൾ. ആണോ? ഇപ്പൊ ഈ നോട്ട് നിരോധനം GST വന്നതിന് ശേഷം പണി ഭയങ്കര കുറവാണ് ഞങ്ങൾക്ക്. പിന്നെ ചേട്ടന്മാരെ നമ്മുടെ ഇനി ലോക്സഭ ഇലക്ഷനൊക്കെ ഇങ്ങോട്ട് വരികയാണല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഇരിപ്പ് വശം എങ്ങനെയാ? ഇവിടുത്തെ സാഹചര്യം ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഉള്ള സാഹചര്യമാണ് തോന്നുന്നത്. സ്ഥാനാർത്ഥി നിർണയമൊന്നും ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇടതുപക്ഷത്തിനാണ് മുൻതൂക്കം കിടക്കുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ പത്രം എടുത്തു കഴിഞ്ഞാൽ പെട്രോളിന്റെ വില വർധനവും ഡീസലിന്റെ വില വർധനവും ഗ്യാസിന്റെ വില വർധനവും പിന്നെ വർഗീയതയുടെ വേണ്ടി മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല പത്രത്തിൽ എടുത്താലും തന്നെ. ഈ വില വർധനവ് ശരിക്കും നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ കിട്ടുന്ന ദിവസക്കൂലി അനുസരിച്ച് നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ സാധിക്കുന്നുണ്ടോ ഇപ്പോഴത്തെ ഒരു വില വർധനത്തിന്റെ രീതിയിലൊക്കെ? ഇല്ല. സാധനങ്ങൾക്കെല്ലാം വില കൂടുതലും പെട്രോൾ ഡീസലിനൊക്കെ എല്ലാം വില കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു സാധാരണ കൂലിക്ക് അനുസരിച്ച് ഇന്ന് കാലത്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഹായ് നാരങ്ങ മുട്ടായി. ഞാൻ മുട്ടായി എടുത്തട്ടെ. കുറേ നാളായി മുട്ടായി കഴിച്ചിട്ട് കേട്ടോ. ഒരു 10ൽ എത്ര മാർക്ക് കൊടുക്കും നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റിന്?
കേരള ഗവൺമെന്റ്. കേരള ഗവൺമെന്റ് എത്ര മാർക്ക് കൊടുക്കും 10-ല്? 100 കൊടുക്കും. 100-ല് 100 അതൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് 100-100 ആണല്ലേ. കേന്ദ്രത്തിന് എത്ര കൊടുക്കും? കേന്ദ്രത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകില്ല. എല്ലാത്തിനും വില കൂടിയിട്ട് സാധനങ്ങൾ കിട്ടാൻ പാടില്ല. അതിൻ്റെ പേരിൽ എല്ലാം കച്ചവടം വളരെ എല്ലാം ഡിമ്മായി എല്ലായിട്ടും. അപ്പം ഇതിനൊരു പ്രതിവിധി ഇത് മാറണം. കേന്ദ്രം മാറണം. ഇവിടെ മാറണ്ട. ഇപ്പോഴത്തെ നമ്മളെ ഈ വില വർധനകളൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം എല്ലാ സാധനത്തിനും വില. ഈ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ കച്ചവടമൊക്കെ അപ്പം അതിനെ എങ്ങനെയാ ബാധിക്കുന്നുണ്ടോ? 2 രൂപ പരിപ്പ് വടക്ക്, പിന്നെ 6 രൂപ. ഇത്രയും വില കൂടിയിരിക്കുന്ന സമയത്തും ചേച്ചി അങ്ങനെയാണ്. ശരിക്കും ചേച്ചി ഉണ്ടല്ലോ മാതൃകയാക്കേണ്ടതാണ്. പിന്നെ ചേച്ചി നമ്മുടെ ഇനിയും ഇലക്ഷനൊക്കെ വരുന്നു. അപ്പൊ എങ്ങനെയാണ് ഇവിടെ ആർക്കായിരിക്കും വിജയസാധ്യത ഒക്കെ എങ്ങനെയാണ്? ചോദിച്ചാല് വില ഇപ്പൊ സാധനത്തിനൊക്കെ വില കൂടലല്ലേ, അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ ചേച്ചിയും? ഇനി മാറി ഒരാൾ വന്നു കഴിഞ്ഞാൽ അതിന് ഒരു പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. ചേട്ടാ നമ്മളെ 24-ന്റെ ഓട്ടോറിക്ഷ എന്നുള്ളൊരു പ്രോഗ്രാമിന്റെ ഭാഗമായി വരുവാണേ. പിന്നെ ഈ ലോക്സഭ ഇലക്ഷനൊക്കെ വരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ ഈ ഒരു 5 വർഷത്തെ തെരഞ്ഞെടുപ്പ് ഭരണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാലോ എന്ത് ഭരണം ഉണ്ടായിരുന്നുള്ളത്. ചേട്ടന്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? അവര് തന്നെ ഇനിയും തുടരണമോ? ആഗ്രഹമില്ല. എന്തായാലും ആഗ്രഹമില്ല. അതെ, അതെന്താ അങ്ങനെ? അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തില് നമുക്ക് ഭരണം ആർക്കും അത് തൃപ്തിയായിട്ട് തോന്നിയിട്ടില്ലല്ലോ. എന്തൊക്കെ രീതിയിലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടോ നമ്മുടെ ഭാഗത്ത്, നമ്മുടെ ഈ മേഖലയിൽ? ഇവിടെ ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇനിയും എന്നെ മാറി വരുന്ന ഭരണകൂടത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നാണ് ചേട്ടൻ ഉദ്ദേശിച്ചത്? ഇവിടെ മൊത്തത്തിൽ ഞങ്ങൾക്ക് ഇവിടെ ആകൊന്ന് വൃത്തിയായി കിട്ടണം, അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈ ബീച്ച് ആകെ മോശമായിട്ട് കിടക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതൊക്കെ ഒന്ന് ഇവിടുത്തെ ഗവൺമെന്റ് കോർപ്പറേഷനൊക്കെ ചെയ്തു തരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കൊച്ചി എത്തുമ്പോഴേ ഒരു ആണല്ലേ, അതിനൊരു മാറ്റം ഇനി വരുമോ? അല്ല, ആർക്കായിരിക്കും ഒരു മാറ്റം വരാൻ ചാൻസ് കൂടുതൽ? ആർക്കായിരിക്കും? ആണല്ലേ, ചേട്ടൻ ഭയങ്കര രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. എന്നാ ചേട്ടാ കച്ചവടം നടക്കട്ടെ. എന്നാ ശരി ചേട്ടാ. ഓക്കെ ചേട്ടാ, എന്നാ പോവാണേ. ഞാനിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു വരുമ്പോഴാണ് ശരിക്കും ഭയങ്കര ഭംഗിയുള്ള ഒരു കാഴ്ച കാണുന്നത്. ഇവിടെ ഒരാളിരുന്ന് എന്തോ നോക്കി പടം വരയ്ക്കുകയാണ്. ഓ, ഹലോ, ഹായ്. ഹലോ. Actually, what is this, man? It's a painting. Yeah. I've just started it. Here's the tree, a little shed, and the man sitting here. What kind of painting, ma'am? This is oil painting. Oh, fine. Are you a painter? Yes, I'm a painter. I like to paint scenes in India that no longer exist in Europe. You know, ways of life that we've no longer have. So you belongs to which country? England. England. Okay. You came here, India, in this time or before that? I've been coming here for about 18 years. 18 and years? I spend a month or sometimes 6 months each year painting rural scenes. So every year you coming here in Kochi? No, not Kochi. I usually stay in Kovalam, you know, the tourist resort, which is easy. Oh, fine. So, ma'am, can you tell your experience about this country? This country? Yeah. Well, it's a country of extremes, isn't it? It's about like what type of extremes, yeah? Well, you do have a certain glitterati rich people who have these big weddings at the Leela Hotel, yes, that I see in Kovalam. And then you have a way of life of lots of ordinary people that I paint. I paint people like the fishing people on the beach. I go and sit on the beach, and so I see the way of life that is totally different.
പണി പാളിയല്ലോ. പെട്രോള് തീർന്നു. ദൈവമേ, ഗ്രീജിത്ത് അറിയാതെ വണ്ടി എടുത്തുകൊണ്ട് വന്ന കാര്യത്തിന് ഏകദേശം തീരുമാനമായി. എന്നാൽ പിന്നെ ഇന്നത്തെ കാര്യത്തിന് തീരുമാനം ആയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ കണ്ടാലോ. അപ്പോൾ എന്നാൽ ഓട്ടോറിക്ഷ നമുക്ക് നാളെ കാണാം. വേറൊരു സ്ഥലത്ത് വെച്ച് നമുക്ക് കണ്ടുമുട്ടാം.